ഞാൻ ജെയ്യം മാമൻ, 58 വയസ്സ്, കലിശ്ശേരിയിലാണ് എൻ്റെ വീട്. എനിക്ക് 28 വർഷമായി ഡയബറ്റിക്കും ബി.പിയും തുടങ്ങിയിട്ട്. 2001 എനിക്ക് ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 20 വർഷം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കാലയിൽ ഒരു വിറയൽ പോലും ഉണ്ടായി. അത് ഞാൻ ഡോക്ടർ വിൽസൺ ഡിക്രൂസിനെ വന്ന് കണ്ടു. വിൽസൺ ഡിക്രൂസ് എന്നോട് പറഞ്ഞു അതിന് എൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ട് വന്നു. എൻജിയോപ്ലാസ്റ്റ് ചെയ്തപ്പോൾ അവർ അതിന് 3 സ്റ്റെൻറ്റ് ഇട്ടു. സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു അത് ഓപ്പറേഷൻ അത്ര സക്സസ്ഫുൾ അല്ല, നിങ്ങൾ വീണ്ടും അതിന് ബീഡ് തെറപ്പി എന്ന് പറഞ്ഞ ഒരു ബീഡ് തെറപ്പി ചെയ്യണം. അതിന് നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു ഡെയിലി വേജസിന് ഒരു 35,000 റുപ്പീസ് വെച്ചാവും. അപ്പം ഈ എൻജിയോപ്ലാസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 3 ലക്ഷം രൂപയോളം ചിലവുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. വിൽസൺ ഡിക്രൂസ് എനിക്ക് സജഷൻ തന്നു. ഡോക്ടർ എനിക്ക് ഹീലിയേഷൻ തെറപ്പി എന്ന് പറഞ്ഞ് ഒരു തെറപ്പി പറഞ്ഞു തന്നു. ഡോക്ടർ പറഞ്ഞു അത് 2 മാസം കണ്ടിന്യൂസ് വീക്ക്ലി ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വീക്കിലി വന്ന് 2 മാസത്തോളം ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞു മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയെന്ന്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ 2 വർഷത്തോളമായി 3 മാസത്തിൽ ഒരിക്കലേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ശരീരത്തിന് പൂർണ്ണ ആശ്വാസമുണ്ട്. എൻ്റെ വിരല് കറുത്തത് അതെല്ലാം ശരിയായി. ഇപ്പം ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഡോക്ടർ വിൽസൺ, ഞാൻ കൺസൾട്ടൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ കണ്ട രോഗി ജയ് മാമൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം 1 വർഷത്തിലേറെയായി. ആദ്യമായി എന്നെ കാണുമ്പോൾ കാലിൽ ശക്തമായ വേദനയായിട്ടാണ് വന്നത്. സ്കാൻ ചെയ്തപ്പോൾ തുടയിലുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്തിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കഴിഞ്ഞു. പ്രമുഖ ആശുപത്രിയിൽ പോയി ചെയ്തു. 3 ലക്ഷത്തോളം ചിലവായി. അത് കഴിഞ്ഞ് ഒരു 3-4 ആഴ്ചയ്ക്കകം തന്നെ വീണ്ടും വിരലുകളെല്ലാം കറുത്തു തുടങ്ങി. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ഒരു പരാജയമാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷമാണ് നമ്മൾ കീലേഷൻ തെറാപ്പി ആരംഭിച്ചത്. പിന്നെ രണ്ടാമതൊരു സ്റ്റെൻറ്റിങ്ങിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. കീലേഷൻ തെറാപ്പിയിലൂടെ നമുക്ക് നമ്മുടെ രക്തക്കുഴലിൽ അടി കിടക്കുന്ന ധാതുപദാർത്ഥങ്ങൾ, ലെഡ്, ആർസനിക്, കാഡ്മിയം നീക്കം ചെയ്യാൻ പറ്റും. ഇതിലൂടെ രക്തചംക്രമണം വർദ്ധിക്കുന്നു. നമുക്ക് രക്തയോട്ടം വർദ്ധിച്ചു കഴിയുമ്പം ഈ കറുപ്പെല്ലാം മാറുകയും ചെയ്തു. അങ്ങനെ ഈ പേഷ്യൻ്റെ ചികിത്സയിൽ നമ്മൾ കാണുകയുണ്ടായി. നമുക്ക് വളരെ ലളിതമായ രീതിയിൽ തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് കീലേഷൻ തെറാപ്പി. വലിയ ചിലവുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്.